പകർന്നു നൽകിയാൽ കുറഞ്ഞു പോകാത്ത ഒരേ ഒരു സമ്പത്തേ ഈ ഭൂമിയിലുള്ളൂ, അറിവെന്ന സമ്പത്ത്. ഇത് യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ ടെക്നോലാബ്, മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് മൈജി. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. താങ്ക് യു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അശ്വമേധത്തിന്റെ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർ, അലസരായി മുന്നിലേക്ക് നോക്കിയിരിക്കുന്നവർ, പകുതി ഉറക്കം തൂങ്ങിയവർ, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് അപ്രതീക്ഷിതമായെത്തുന്ന കലാകാരിയോ കലാകാരനോ നിമിഷനേരങ്ങൾ കൊണ്ട് ഊർജപ്രവാഹത്തിൻ്റെ ഉടമകളായി ഒരു വലിയ സദസ്സിനെ മുഴുവൻ മാറ്റുക എന്നാൽ ആ കലാകാരൻ അല്ലെങ്കിൽ ആ കലാകാരി സചേതനമായ ഒരു കയ്യൊപ്പ് പ്രതിഭയിൽ പതിഞ്ഞ വ്യക്തി തന്നെയാണ്. സ്വാഗതം ഈ വൈജ്ഞാനിക യാത്രയിലേക്ക്. യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ, മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് മൈജി. ഒരു ചെറിയ കഥ പറയാം. ദേവരാജൻ മാഷുമായി ബന്ധപ്പെട്ട ഒരു ഉജ്ജ്വലമായ കലാസന്ധ്യ നടക്കുന്ന വേദി. ആ വേദിയിൽ മലയാളത്തിൻ്റെ അനുഗ്രഹീത ഗായിക, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാളായ, മലയാളികളുടെ അല്ല ദക്ഷിണേന്ത്യക്കാരുടെ എല്ലാം ഹൃദയത്തിൽ ഇടം കൊണ്ട സാക്ഷാൽ മാധുരിയുണ്ട്, മാധുരിയമ്മയുമുണ്ട്. ആ വേദിയിൽ 3 വയസ്സ് പിന്നിട്ട ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടും. പാടുന്നതാകട്ടെ ബലികുടീരങ്ങളെ എന്ന പാട്ട്. ആ പെൺകുട്ടി ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ മാധുരിയമ്മ ആ പെൺകുട്ടിയെ തൻ്റെ മടിയിൽ കിടത്തി. മടിയിൽ നിന്ന് ആ പെൺകുട്ടിയെ തിരികെ കൈകളിലേക്ക് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നോക്കൂ, ഇതാ ഞാൻ പ്രസവിച്ച് തന്നിരിക്കുന്നു നിങ്ങൾക്ക് കേരളത്തിന് വളർത്താൻ എന്ന്. ഞാൻ ഈ വേദിയിലേക്ക് അഭിമാനത്തോടെ രോമാഞ്ചത്തോടെ സ്വാഗതം ചെയ്യുന്നു കാലിക കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദങ്ങളിലൊന്നിൻ്റെ ഉടമയെ. ഏറെ സ്നേഹത്തോടെ സ്വാഗതം പ്രാർത്ഥന രതീഷ്. വാക്ക് ഇൻ വിത്ത് ബോൾഡ് സ്റ്റെപ്പ്. ഇപ്പൊ ഏത് ക്ലാസ്സിലായി? ഇപ്പൊ 10th-ലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിലായി. ഞാൻ ഈ പറഞ്ഞ സംഭവത്തെക്കുറിച്ച് പ്രാർത്ഥനയ്ക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കൊച്ചായിരുന്നു, എന്നാലും എനിക്ക് ഓർമ്മയുണ്ട്. മടിയിൽ കിടത്തിയിട്ടാ പറഞ്ഞത്, ഞാൻ ഇവളെ പ്രസവിച്ച് നൽകുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ആ വേദിയിൽ അന്നത്തെ 3 വയസ്സുകാരി, 3.5 വയസ്സല്ലേ, അന്ന് പ്രാർത്ഥന പാടിയ ബലികുടീരങ്ങളെ പാടി തുടങ്ങിയാലോ? തുടങ്ങാം. കേൾക്കാം. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി. ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി. യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. ഭൂപടങ്ങളിരരിന്നി നിവർന്നു ജീവിതങ്ങൾ തുഴലൂരിയെറിഞ്ഞു. ഭൂപടങ്ങളിരരിന്നി നിവർന്നു ജീവിതങ്ങൾ തുഴലൂരിയെറിഞ്ഞു. ചുണ്ടിൽ ഘാതകരങ്ങളിൽ ഈ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു. ചുണ്ടിൽ ഘാതകരങ്ങളിൽ ഈ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു. ബലികുടീരങ്ങളെ. മോളെ പഠനം എങ്ങനെ പോകുന്നു? പഠനം നന്നായിട്ട്. സ്കൂളിലാ? കേന്ദ്രീയ വിദ്യാലയ. കേന്ദ്രീയ വിദ്യാലയയിലാണ്. അച്ഛൻ ശ്രീ രതീഷ്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ബിസിനസ്സാണ്. അച്ഛൻ്റെ ഫ്ലാഗ് ഷോപ്പാണ്. ഫ്ലാഗ് കൊടിതോരണങ്ങൾ. കൊടിതോരണങ്ങളുടെ അല്ലേ? ഇടയ്ക്ക് ആരോ ഒരാൾ
നാളെയുടെ PK മേദിനി എന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. അറിയോ മേദിനി അമ്മയെ? അറിയാം. അറിയാം. ഒരു സ്റ്റേജിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരുമിച്ച് കുറച്ചൊരു ഉറക്കെ പറഞ്ഞോ. സ്റ്റേജിൽ ഒരുമിച്ചുണ്ടായിരുന്നു, പാടിയിരുന്നു ഒരുമിച്ച്. ഒരുപാട് പാട്ടുകൾ കേൾക്കണം ഇന്ന്. അതിനു മുൻപ് നമുക്ക് ആദ്യത്തെ തലവേദന അങ്ങ് തീർക്കാം അല്ലേ? ശരി. പ്രാർത്ഥനയോട് ഒപ്പം പ്രാർത്ഥന പാടാൻ പോകുന്ന പാട്ടുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന കേരളമെമ്പാടും ലോകമെമ്പാടുമുള്ള കൈരളി TV-യുടെ പ്രേക്ഷകരോടൊപ്പമുള്ള ഐക്യദാർഢ്യത്തോടെ ആദ്യ സെഗ്മെന്റിലേക്ക് ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. പ്രാർത്ഥന കണ്ടെത്തേണ്ട, പ്രാർത്ഥനയ്ക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള അത്ര പരിചിതമല്ലാത്ത ആദ്യത്തെ സൂചന ഇതാണ്. പ്രാർത്ഥന കണ്ടെത്തേണ്ടയാൾ ആരംഭം കുറിച്ചത് ഒരു പെൺപടയിലാണ്. അടുത്ത സൂചന വേണം. ശരി. ടൈം മാഗസിൻ 1992 ലോകത്തിലെ ടോപ്പ് 10 ഒന്ന് ഇയാളുടേതാക്കി മാറ്റി. മൂന്നാമത്തെ സൂചനയിലേക്ക്. ഹൈദരാബാദിൽ ആരംഭിച്ച ആൽബിൻ കമ്പനിയുടെ ആൽബിൻ വാച്ച്, അതിൻ്റെ പ്രചരണത്തിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവനയുണ്ടായി. പിന്നീട് ടൈറ്റാൻ വാച്ചുകളുടെയും പ്രചരണത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഗണ്യമായ സംഭാവനയുണ്ടായി. പ്രാർത്ഥന വിചാരിക്കുക എന്നെ വിളിച്ചിട്ട് വാച്ച് കമ്പനിക്കാരെ കുറിച്ച് ചോദിക്കുന്നതെന്ന് ദേഷ്യം വരുന്നുണ്ട് എന്നോട്. നാലാമത്തെ ക്ലൂയിലേക്ക് പോവാം. സെയ്ഷൽസ് എന്ന രാജ്യത്തിൻ്റെ മാപ്പാണ് ഇടതുവശത്ത് കാണുന്നത്. സെയ്ഷൽസിൻ്റെ സാംസ്കാരിക അംബാസഡറായി സെയ്ഷൽസ് എന്ന രാജ്യം പ്രഖ്യാപിച്ചു. 2010 പത്മഭൂഷൺ പുരസ്കാരം നൽകി ഇദ്ദേഹത്തിന്. അപ്പോൾ ഇയാളെ കുറിച്ചുള്ള അവസാനത്തെ ക്ലൂ തരാം. അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണ്. ഈ മനുഷ്യൻ്റെ പേര് RK ശേഖർ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ സൂചന തന്നത്. ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ ആദ്യകാലത്തെ പേര് ദിലീപ് എന്നായിരുന്നു. പത്മഭൂഷൺ നൽകിയ ഈ മനുഷ്യനെ സെയ്ഷൽസ് അവരുടെ സാംസ്കാരിക അംബാസഡറായി പ്രഖ്യാപിച്ചു. ആൽവിൻ വാച്ചസിൻ്റെ പരസ്യത്തിന് സംഗീതം നൽകി. ടൈറ്റാൻ വാച്ചസിൻ്റെ പരസ്യത്തിന് സംഗീതം നൽകി. പെൺപട എന്ന സിനിമയുടെ സംഗീത സംവിധായകനായാണ് 11ാമത്തെ വയസ്സിൽ ആരംഭിച്ചത്. ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യയുടെ സംഗീതത്തെ കൊണ്ടുപോയി RK ശേഖറിൻ്റെ ദിലീപ് എന്ന് പണ്ട് പേരുണ്ടായിരുന്ന ഈ മകൻ. ഉറക്കെ പറയൂ, AR റഹ്മാൻ ആണോ എന്ന് ചോദ്യങ്ങൾക്ക് ഇനി സൂചനകളിലേക്ക് നമുക്ക് പോയാലോ? പെൺപട, ഇത് കുറേ പെണ്ണുങ്ങളുടെ പെൺപടയാണ്. 11ാമത്തെ വയസ്സിൽ പെൺപട എന്ന ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചു ദിലീപ് എന്ന AR റഹ്മാൻ. രണ്ടാമത് ഞാൻ നൽകിയ സൂചന 1992 ടൈം മാഗസിൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യലായ 10 ഗാനങ്ങളിൽ ഒന്നായി AR റഹ്മാന്റെ ഗാനത്തെ തിരഞ്ഞെടുത്തു. മൂന്നാമത് ഞാൻ നൽകിയ സൂചന ആൽവിൻ വാച്ചസിന്റെ പരസ്യത്തിന് സംഗീതം നൽകിക്കൊണ്ട് കമേഴ്സ്യൽ അഡ്വർടൈസ്മെന്റ് മ്യൂസിക്കിലേക്ക് കടന്ന AR റഹ്മാൻ പിന്നീട് ടൈറ്റാൻ്റെ മ്യൂസിക് ഡയറക്ടറായി. നാലാമത് ഞാൻ നൽകിയ സൂചന നോക്കൂ, പത്മഭൂഷൺ നൽകിയ 2010, പക്ഷേ സെയ്ഷൽസ് എന്ന രാജ്യം അവരുടെ കൾച്ചറൽ അംബാസഡറായി പ്രഖ്യാപിച്ചത് നമ്മുടെ അഭിമാനമായ AR റഹ്മാനെയാണ്. RK ശേഖർ എന്ന മഹാനായ സംഗീതജ്ഞൻ്റെ മകനാണ് AR റഹ്മാൻ. ദിലീപ് എന്നായിരുന്നു പേര്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പരിണാമത്തിൻ്റെ 2ാം ഘട്ടത്തിൽ AR റഹ്മാനായി മാറി. ഒരു പാട്ട് പാടിയ മെലഡി ആയാലും മതി. ശരി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയായി ഹംസ
ജലാശയത്തിൽ അനീഷ പ്ലീസ്. അശ്വമേധം കണ്ടിട്ടുണ്ടോ മോള്? ആ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ ഭയങ്കര വലിയ ഫാനാണ്. അമ്മയുടെ പേരെന്താ? ഷനൽക്കല. ഷനൽക്കല. ഷനൽക്കല പാടാണ്. ഷനൽക്കല. സ്പെല്ലിറ്റ്? SHANALKALA. ഷനൽക്കല. അതന്നെ. നല്ല പേരല്ലേ ഷനൽക്കല? എനിക്ക് ഒരു ഭയങ്കര പാടാണ് അത് പറയാൻ വേണ്ടി. പക്ഷെ നിനക്ക് വിളിക്കാൻ ഏറ്റവും എളുപ്പമുള്ള പേരല്ലേ അമ്മേ? അമ്മ. അതാണ് ഞാൻ വിളിക്കുന്നത് അമ്മ. രതീഷിൻ്റെയും ഷനൽക്കലയുടെയും മകൾ, മലയാളത്തിൻ്റെ മാനസപുത്രി. പ്രാർത്ഥന വിചാരിച്ച പേര് ശ്രീജു ആൻ്റണി അംഗീകരിക്കുന്നു. അപ്രൂവ്ഡ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. പ്രാർത്ഥന വിചാരിച്ച വ്യക്തി. ഒന്നാമത്തെ ചോദ്യം യെസ് എന്ന് എനിക്ക് ഉറപ്പാണ് ഉത്തരം. എങ്കിലും ചോദിക്കാതിരിക്കാനമല്ലോ, ചോദിക്കാതിരിക്കാൻ കഴിയില്ല, അത് ചോദിച്ചല്ലേ പറ്റൂ. പ്രാർത്ഥന വിചാരിച്ച വ്യക്തിയുടെ പ്രധാന മേഖല സംഗീതം തന്നെയല്ലേ? നോ. അത് പറ്റൂല. ഞാൻ AR റഹ്മാനെ കുറിച്ച് ക്ലൂ തന്നത്. അങ്കിള് കണ്ടുപിടിക്കും, പെട്ടെന്ന് കണ്ടുപിടിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റി ചിന്തിച്ചത്. വേണ്ടാന്ന് വിചാരിച്ചത്. നോക്കാം. മലയാളി? നോ. അല്ല. ഇന്ത്യൻ? നോ. ഏഷ്യൻ? നോ. യൂറോപ്യൻ? ഔട്ട്. ഡൗട്ട്? അങ്ങനല്ല. നോ. നോ. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? യെസ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? നോ. സ്പോർട്സ്, സയൻസ്, സ്പേസ്? യെസ്. 10 ചോദ്യങ്ങൾ യജ്ഞം. സ്പോർട്സ്? യെസ്. ശരി. പ്രാർത്ഥന വന്നിട്ട് സ്പോർട്സ് വിചാരിച്ചു. ഇഷ്ടമാണോ സ്പോർട്സ്? വെരി ഗുഡ്. നോക്കാം. യൂറോപ്യൻ അല്ലെന്ന് പറഞ്ഞു അല്ലേ? ഏഷ്യനും അല്ല, യൂറോപ്യനും അല്ല. പന്ത് ഉപയോഗിച്ചുള്ള കളി? യെസ്. ഫുട്ബോൾ? യെസ്. 50 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞു, ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഫുട്ബോളാണ്. ഏഷ്യനല്ല, ലാറ്റിൻ അമേരിക്ക? നോ. ഏത് കൺട്രീസ് പറഞ്ഞു കൊടുക്കണം? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പ്ലേയിങ് കൺട്രീസ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ലാറ്റിൻ അമേരിക്കയിലെയോ? പറഞ്ഞു ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ അർജന്റീന, ബ്രസീൽ, ക്യൂബ, ചിലി, കൊളംബിയ, ഇക്വഡോർ, നിക്കരാഗ്വേ, പെറു. യെസ്. അർജന്റീന? നോ. ബ്രസീലിയൻ? യെസ്. 16 ചോദ്യങ്ങൾ. രാജസൂയം? ഫോർവേഡ് എന്നതാണോ പ്രധാനം? യെസ്. ആണ്. മേബി. മേ ബി. ലൈഫ് ലൈൻ? ഇല്ല, അതിനകത്തൊരു ഒരു കറക്ഷൻ ഉള്ളത്. പൊസിഷൻ, അതായത് ഫോർവേഡ് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഫോർവേഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഫോർവേഡ് അല്ല. ലെഫ്റ്റ് ബാക്ക് ആണ്. ബാക്ക് എന്ന് പറയുമ്പോൾ ഡിഫൻഡർ ആണ് സാർ. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരിക്കും. പക്ഷേ ഫോർവേഡ് കളിച്ചിട്ടുമുണ്ട്. അത് എല്ലാ മിക്ക ഡിഫൻഡേഴ്സും ഫോർവേഡ് കയറി കളിക്കും. അല്ല, ഇതിനകത്ത് ഫോർവേഡ് ആണോ? അല്ല. പൊസിഷൻ ഫോർവേഡ് പറയാം. റൊമാരിയോയും റൊണാൾഡോയും ബെബറ്റോയും ഒന്നും അല്ല. 90-ന് ശേഷം കളിച്ചു. 50-60 പ്രായമുള്ള ആളാണ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ ഒരു ഫ്രീ കിക്ക് ഗോൾ ഉണ്ടോ ലോകകപ്പിൽ? ഉണ്ട്. അസാമാന്യമായ തുടവണ്ണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ തൈ പവർ കൊണ്ട് അദ്ദേഹം വല്ലാത്ത ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ടോ? യെസ്. സർ, അത് ഫോർവേഡ് അല്ല. ഞാൻ ഉദ്ദേശിച്ച ലെഫ്റ്റ് ബാക്ക് ആണ്. ബാക്കാണ് സർ. ഡിഫൻഡറാണ്. ബാക്ക് ഈസ് എ ഡിഫൻഡർ. പക്ഷേ സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോൾ കോർട്ടില്ലേ,
ഫുട്ബോൾ കോർട്ടിൻ്റെ സെൻട്രൽ ലൈനിൻ്റെ പിറകിൽ നിന്ന് ഒറ്റ കിക്കിൽ നേരിട്ട് ഗോളടിച്ചിട്ടുണ്ട് അയാൾ. യെസ് 60 വാരകൾ അപ്പുറത്തൊക്കെ ഗോളടിക്കുന്ന ആളാണ്. തൊടാൻ പറ്റാത്ത ബുള്ളറ്റ് പോലുള്ള പവറിലാണ് ബോൾ പോകുന്നത്. ഈ 1990-94 എന്ന് പറയുമ്പോൾ 90-ലെ വേൾഡ് കപ്പ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എന്നോട് ചോദിച്ച് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ പറയും. കാരണം രാത്രി 2 മണിക്കൊക്കെ കളി. അന്ന് സാൽവഡോർ സ്കില്ലാച്ചിയുടെ, ഗിയാൻ ലൂക്ക വിയാലിയുടെ, മാൽഡീനിയുടെ, ഡൊണാഡോണിയുടെ ഒക്കെ ഇറ്റലി, മിഷേലിൻ്റെ സ്പെയിൻ, റുമാനിയോയുടെ ജോർജി ഹാജിയുടെ റുമാനിയോ, ക്രിസ്റ്റോ സ്റ്റോയിച്കോവിൻ്റെ ബൾഗേറിയ, ലൂയി ഫീഗോയുടെയും മറ്റും പോർച്ചുഗൽ, ബ്രോലിൻ്റെയും ഡാലിൻ്റെയും സ്വീഡൻ എന്നിങ്ങനെ പോകുന്ന യൂറോപ്യൻ ടീമുകൾ ഒരു വശത്ത്, ഇപ്പുറത്ത് ക്ലോഡിയ കനീജിയെയും ജോസഫ് ബുറിച്ചുവകയും ഡാനിയൽ ഒർട്ടേഗയും ബാറ്റിസ്റ്റ്യൂട്ടയും ഒക്കെയുള്ള അർജൻറ്റീനിയൻ ടീം, ബെബറ്റോയും റൊണാൾഡോയും റൊമാരിയോയും പിന്നീട് കഫുവും കമറൂൺ കഫുവും ഒക്കെയുള്ള ബ്രസീലിൻ്റെ, അന്ന് ബ്രസീലിൻ്റെ ഗോളി ടഫറയിലായിരുന്നു, ക്ലോഡിയോ ടഫറയിൽ ഗോളിയായിരിക്കുമെങ്കിലും ഗോളിയുടെ അടുത്തേക്ക് പന്ത് എത്തണമെങ്കിൽ ഒരു വലിയ ആജാനുബാഹുവിനെ താണ്ടി വേണം എതിർ കളിക്കാർക്ക് പന്തെത്തിക്കാൻ. എതിർ കളിക്കാർക്കും പന്തിനിടയിൽ ഒരു മല പോലെ ആ മനുഷ്യനുണ്ടായിരുന്നു. ഡിഫൻഡറാണ്, എന്നാൽ നേടിയ ഗോളുകളെല്ലാം വളരെ വൈറ്റൽ നിർണായകമായ ഗോളുകളായിരുന്നു. ഫ്രീ കിക്കിലൂടെയും ഒപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ മധ്യവരയുടെ പിറകിൽ നിന്നുകൊണ്ട് എതിരാളിയുടെ ഗോൾ വലയത്തിലേക്ക് നീട്ടിയടിക്കാനും ഗോൾ നേടാൻ കരുത്തുണ്ടായിരുന്ന, ഒരുപാട് ഇഞ്ച് വണ്ണമുള്ള തുടകളുടെ കരുത്തുണ്ടായിരുന്ന ഒരു കളിക്കാരനുണ്ട്. റോബർട്ടോ കാർലോസ് ആണോ മനസ്സിൽ? റോബർട്ടോ കാർലോസിൻ്റെ ഫ്രീ കിക്ക്, ബെബറ്റോയുടെ ലലബി ഡാൻസ്. ബെബറ്റോ ഗോൾ അടിക്കുമ്പോൾ ബെബറ്റോയുടെ കുഞ്ഞിനെ പോലെ ഇങ്ങനെ ബോൾ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഡാൻസ് ചെയ്യും. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഫുട്ബോൾ. 33.13 മീറ്റേഴ്സ് ഗോളടിച്ച ദൂരം 33 മീറ്റർ. 33 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 അടിക്കാണ്. 99.3 അടി, 99 അടി, 100 അടി ദൂരത്തിലേക്ക് ഗോളടിക്കുകയാണ്. റോബർട്ടോ കാർലോസ് ഡാ സിൽവ റോച്ച, റോബർട്ടോ കാർലോസ് എന്നും RC3 എന്നും അറിയപ്പെടുന്നു. മുൻ ബ്രസീലിയൻ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരൻ. ഗെയിമിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആക്രമണ ചിന്താഗതിയുള്ള ലെഫ്റ്റ് ബാക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാൾ. 1997 ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ റണ്ണറപ്പായി. ശക്തമായ ഷോട്ടുകൾ, അസാധാരണമായ വേഗത, വ്യതിരിക്തമായ കേളിംഗ് ഫ്രീ കിക്കുകൾ എന്നിവയ്ക്ക് പേരുകേട്ട ഇദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിലെയും റയൽ മാഡ്രിഡിലെയും പ്രധാനിയായിരുന്നു. 2002 ബ്രസീലിനൊപ്പം ഫിഫ ലോകകപ്പും റയൽ മാഡ്രിഡിനൊപ്പം ഒന്നിലധികം ലാ ലിഗ, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും നേടി. 1997 ഫ്രാൻസിനെതിരായ അദ്ദേഹത്തിന്റെ ഐതിഹാസികവും ഫിസിക്സിനെ വെല്ലുവിളിക്കുന്നതുമായ ഫ്രീ കിക്ക് കായികരംഗത്തെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങളിൽ ഒന്നാണ്. അറ്റാക്കിംഗ് ഫുൾ ബാക്ക് പ്ലേയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം അദ്ദേഹത്തെ ഫുട്ബോളിലെ ഇതിഹാസമാക്കി മാറ്റി. ഫുട്ബോൾ ഇഷ്ടമാണ് നിനക്ക്? ആരെ അച്ഛനാ പഠിപ്പിച്ചതെന്ന് ഈ പേര്, അതോ മോള് തന്നെ തിരഞ്ഞെടുത്താണ്? തിരഞ്ഞെടുത്താണ്. ഈ പഴയ ഫുട്ബോൾ കളിക്കാരെയൊക്കെ കളി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പം ഞാനൊരു കളിക്കാരൻ്റെ പേര് പറഞ്ഞുതരാം, വീട്ടിൽ പോകുമ്പോൾ കാണണം കേട്ടോ. അയാളുടെ പേര് സയ്യിദ് ഒവേറാൻ എന്നാണ്. ഒവേറാൻ അയാൾ സൗദി അറേബ്യക്കാരനാണ്. ഈ പറഞ്ഞ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ട് അയാൾ സൗദി അറേബ്യയ്ക്ക് വേണ്ടിയാണ്. സൗദി അറേബ്യ താരതമ്യേന ലോകകപ്പിലൊന്നും വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടില്ല. പക്ഷേ ഇയാളുടെ ഒരു ഗോള് ഇയാൾക്കൊരു വിളിപ്പേരുണ്ടാക്കി കൊടുത്തു, ഡെസർട്ട് മാരഡോണ, മരുഭൂമിയിലെ മാരഡോണ എന്ന്. കാരണം ഇംഗ്ലണ്ടിനെതിരെ മാരഡോണ നേടിയ വിഖ്യാതമായ 8 പേരെ ഡ്രിബിൾ ചെയ്ത് നേടിയ ഗോള് പോലെ സയ്യിദ് ഒവേറാൻ ലോകകപ്പിൽ നേടിയ 7-8 പേരെ ഇങ്ങനെ ഡ്രിബിൾ ചെയ്ത് നടത്തിയ ഗോൾ അദ്ദേഹത്തിന് കൊടുത്ത വിളിപ്പേരാണ് ഡെസർട്ട് മാരഡോണ. അപ്പോൾ ഈ ഗോള് കാണും. നിനക്ക് ഫുട്ബോളിനോട് ഇഷ്ടമുണ്ടാകാനൊരു കാരണം കൂടിയുണ്ട്. ഫുട്ബോളിൽ വിജയിക്കണമെങ്കിൽ നേടേണ്ടത് ഗോളാണ്. നിനക്കുള്ളതും അതാണ്, ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന ഗോൾ. മനസ്സിൽ സൂക്ഷിച്ച പാട്ടെവിടെ? കേട്ടുറങ്ങുന്ന
കേട്ടുറങ്ങുന്ന പൂവേ കരിക്കോടി തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ കവിത കേട്ടുറങ്ങുന്ന പൂവേ കണ്ണിക്കൊയ്ത്തടുത്തൊരു കതിരടി വയലിൻ്റെ കണി കാണാനുണരടി പൂവേ കണ്ണിക്കൊയ്ത്തടുത്തൊരു കതിരടി വയലിൻ്റെ കണി കാണാനുണരടി പൂവേ ഉണരുണരൂ ഉണ്ണിപ്പൂവേ അനിഷ പ്ലീസ്. അപ്പോൾ സൽക്കലയോട് പറയണം എൻ്റെ അന്വേഷണം. ആ തീർച്ചയായും ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം, ഒപ്പം മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ ഈ ഉപഹാരം തരാം. അതിനു മുൻപ് ഇത് പ്രാർത്ഥന. മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട ഈ കുഞ്ഞുമോൾ ഒരുപാട് നന്നായി പാടും, ആവേശഭരിതമായി പാടും. സാമൂഹ്യ മാധ്യമങ്ങളിൽ അവളുടെ ഒരു പാട്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. അത് ജീവിതത്തെ സമരമായി കണ്ട ഒരു മനുഷ്യൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ അടങ്ങാത്ത അലകടലിൻ്റെ പാട്ടാണ്. ഈ ദിവസം പ്രാർത്ഥന വേദിയിൽ വരുമ്പോൾ മരണത്തിൻ്റെ മഹാകാലത്തിലേക്ക് ആ ഇരുട്ടിലേക്ക് മടങ്ങിപ്പോയ ആ നക്ഷത്രത്തിനെ കുറിച്ചുള്ള പ്രാർത്ഥനയുടെ പാട്ടില്ലാതെ എങ്ങനെയാണ് യാത്ര പറയുക? പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ. മയ്യഴിയാറ്റിനും അറിയാം, കനകമലക്കാറ്റിനും അറിയാം, മയ്യഴിയാറ്റിനും അറിയാം, കനകമലക്കാറ്റിനും അറിയാം. തണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നിൽപ്പാടവനൊരു ചിമ്പനി നീർപ്പൂവ്, അവനൊരു നാടിൻ തേങ്ങലാണേങ്ങലാണുയിരാണുഷിരാണ്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.